സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളാവുന്നു. പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവും പുറത്തിറങ്ങി. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ പമ്പയാണ് രമേശ് ചെന്നിത്തലയുടെ വസതി. കെ മുരളീധരന് സാനഡുവും സണ്ണി ജോസഫിന് അശോകയും ലഭിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എന്തായാലും വകുപ്പിന്റെ കാര്യത്തിലൊന്നും കൃത്യമായ ഒരു തീരുമാനമായില്ലെങ്കിലും വസതിയുടെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ? സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കം, മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ച് തർക്കം, തുടർന്ന് 13-ാം നമ്പർ വാഹനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം, മന്ത്രിമന്ദിരങ്ങളുടെ കാര്യത്തിലും ചെറിയ തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കെ മുരളീധരൻ അടക്കം സാനഡു ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഒപ്പം നമുക്കറിയാം മൻമോഹൻ ബംഗ്ലാവ് സാധാരണഗതിയിൽ ഒരു വിശ്വാസ തർക്കമുണ്ട്, അവിടെ ആരും താമസിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭ, ഇടതുപക്ഷ മന്ത്രിസഭയിലൊക്കെ തന്നെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ താമസിച്ച ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ തർക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ മന്ദിരങ്ങളായിരിക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശന് നമുക്കറിയാം ഔദ്യോഗിക വസതിയുണ്ട്, ക്ലിഫ് ഹൗസ് ആണ്. അതിനപ്പുറം രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയാണ്, ക്ലിഫ് ഹൗസിന് അടുത്തുള്ള. അതുപോലെ സണ്ണി ജോസഫിന് അശോക, അതുപോലെ തന്നെ മുരളീധരന് സാനഡുവും അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം കെ പി അനിൽകുമാറിന് കാവേരിയാണ്. അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥിന് നീളയാണ്, എം ലിജുവിന് അജന്തയും. അങ്ങനെ ഓരോ മന്ത്രിമാർക്കും ഇപ്പോൾ മന്ത്രിമന്ദിരങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൗസാണ്, അതായത് കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി താമസിച്ചിരുന്ന വസതിയാണ്. ഇങ്ങനെയാണ് ഓരോ വസതികളുടെയും കാര്യം. എന്തായാലും ഒ ജെ ജനീഷിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൻമോഹൻ ബംഗ്ലാവ്. വിശ്വാസത്തിന് ചില പ്രശ്നങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി മാറുമോ എന്നറിയില്ല. എങ്കിലും നിലവിൽ 13-ാം നമ്പർ കാറിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് മന്ത്രിമന്ദിരത്തിനെ കുറിച്ചും തർക്കമുണ്ടായിരുന്നു. എന്തായാലും മൻമോഹൻ ബംഗ്ലാവ് ഒ ജെ ജനീഷിന് ലഭ്യമായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.